ഈ കസ്റ്റഡി കൊലപാതകം റിപ്പോർട്ടർ TV ഏറ്റെടുത്തില്ലായിരുന്നെങ്കിൽ, ഒരുപക്ഷെ CBI രംഗത്ത് വന്നില്ലായിരുന്നെങ്കിൽ ഈ കേസിന്റെ അവസ്ഥ എന്താകുമായിരുന്നു എന്നാണ് നമ്മൾ ഭയപ്പെടുന്നത്. അരുൺകുമാർ, നിശ്ചയമായും അത് കേവലം ഒരു ലഹരി പദാർത്ഥം ഉപയോഗിച്ചതിന് പിടികൂടിയ ഒരു യുവാവിന്റെ കസ്റ്റഡിയിലുണ്ടായിരുന്ന സമയത്ത് സംഭവിച്ച ഒരു സാധാരണ മരണമായി ചുരുങ്ങിപ്പോയേനെ എന്നുള്ളത് തന്നെയാണ് വാസ്തവം. കാരണം കഴിഞ്ഞ ഓഗസ്റ്റ് 1-ാം തീയതിയാണ് ഈ ഒരു സംഭവം ഏറെ ചർച്ച ചെയ്യപ്പെടുന്നതും പുറത്തു വരുന്നതും. താമർ ജിഫ്രിയുടെ മൃതദേഹം താനൂർ അജ്നോറ ആശുപത്രിയിൽ എത്തിയ സമയത്ത് അവിടെ നമ്മളെ അറിയുന്നൊരു വ്യക്തിയാണ് അദ്ദേഹത്തെ ഈ നിലയിലുള്ള ഒരു വിവരം നമുക്ക് കൈമാറുന്നത്. അതിൻ്റെ അടിസ്ഥാനത്തിൽ അവിടെ എത്തിയ സമയത്ത് ഒരു പോലീസ് വാഹനത്തിൽ 2 പോലീസുകാർ മാത്രമാണ് ആ ഒരു സമയത്ത് അവിടെ ഉണ്ടായിരുന്നത്. എന്താണ് സംഭവം എന്ന് അന്വേഷിക്കുന്ന സമയത്ത് ആ പോലീസുകാർ കൂടുതൽ പോലീസ് ഉദ്യോഗസ്ഥരെ അങ്ങോട്ടേക്ക് വിളിച്ചു വരുത്തൊരു സാഹചര്യം ഉണ്ടായിരുന്നു. അതിനിടയിൽ ആ ഒരു മേഖലയിലെ പൊതുപ്രവർത്തകരൊക്കെ തന്നെ അവിടേക്ക് വരുന്നു, കാര്യങ്ങൾ അന്വേഷിക്കുന്നു. എന്നാൽ ആശുപത്രി അധികൃതർക്ക് പോലീസ് ഉദ്യോഗസ്ഥർ കൃത്യമായൊരു നിർദ്ദേശം നൽകിയിരുന്നു, ഈ മൃതദേഹം മറ്റാർക്കും തന്നെ കാണിച്ചു കൊടുക്കരുത്. കൂടാതെ ഈ പോലീസ് ഉദ്യോഗസ്ഥർ ഒന്നും തന്നെ ഈ ഒരു മരിച്ച താമർ ജിഫ്രിയുടെ ബന്ധുക്കളെയോ മറ്റാരെയും തന്നെ ഈ ഒരു വിവരം അറിയിച്ചിരുന്നില്ല എന്നുള്ളതാണ് അതിൽ ആദ്യത്തെ ദുരൂഹത എന്ന് പറയുന്ന ഒരു പോയിന്റ്. പിന്നീടാണ് സംഭവത്തിൽ യൂത്ത് ലീഗ് ഉൾപ്പെടെയുള്ള സംഘടനകൾ പ്രതിഷേധവുമായി എത്തുന്നതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഞാൻ മനസ്സിലാക്കുന്നത്, ഞാൻ ആദ്യം സൂചിപ്പിച്ചതുപോലെ ഈ നിലയിൽ കാര്യങ്ങൾ ഡെവലപ്പ് ആയില്ലായിരുന്നെങ്കിൽ ഒരു പക്ഷേ ഇത് കേവലം ഒരു ലഹരി കേസായി ചുരുങ്ങി ഒരു തരത്തിലും ചർച്ച ചെയ്യപ്പെടാതെ മണ്ണടിഞ്ഞു പോയേനെ എന്നുള്ളത് തന്നെയാണ് വാസ്തവം. അന്നത്തെ മലപ്പുറം SP ആയിരുന്ന സുജിത് ദാസ് ആ ഒരു ഘട്ടത്തിൽ മാധ്യമങ്ങളോടൊക്കെ തന്നെ ഫോണിലൂടെ അദ്ദേഹത്തോട് വിവരങ്ങൾ ചോദിക്കുന്ന സമയത്ത് അദ്ദേഹം പറയുന്നത് ലഹരി പദാർത്ഥം പിടികൂടിയതുമായി ബന്ധപ്പെട്ടൊരു കേസാണിത്. താനൂർ ദേവദാർ പാലത്തിന്റെ താഴെ നിന്നുമാണ് ഇത്തരത്തിൽ ഈ ഒരു സംഘത്തെ പിടികൂടിയിട്ടുള്ളത്. അതിനിടയിൽ ഒരു യുവാക്കളെ കൊണ്ടുവന്നു പോലീസ് സ്റ്റേഷനിൽ വിശ്രമിക്കുന്നതിനിടയിലാണ് ഈ ഒരു സംഭവം ഉണ്ടായിട്ടുള്ളത്. ഈ ഒരു മരിച്ച താമർ ജിഫ്രി ലഹരി പദാർത്ഥം ഉപയോഗിച്ചിരുന്നു എന്ന് സംശയമുണ്ടായിരുന്നു എന്ന കാര്യം ഉൾപ്പെടെ അദ്ദേഹം പറഞ്ഞു വെക്കുന്നുണ്ട്. കൂടാതെ അതിനുശേഷം അവിടെ പ്രതിഷേധമുണ്ടായതിന് തൊട്ട് പിന്നാലെ എല്ലാ മാധ്യമങ്ങളെയും ഒരുമിച്ച് കണ്ട സമയത്തും അദ്ദേഹം ഇതേ നിലപാട് അല്ലെങ്കിൽ ഇതേ പ്രതികരണം ആവർത്തിച്ചു എന്നുള്ളതാണ്. ലഹരി പദാർത്ഥവുമായി ബന്ധപ്പെട്ട കേസാണ്. ഞാൻ അന്നത്തെ ഈ ഒരു കാര്യത്തിൽ അവർ ആദ്യം ഉണ്ടാക്കിയ ഒരു കഥ നമ്മളെ വിശ്വസിപ്പിക്കാൻ അനാവശ്യമായൊരു തിടുക്കമുണ്ടായിരുന്നതായിട്ട് തോന്നിയിരുന്നു. ആദ്യഘട്ടത്തിൽ ഈ ഡെഡ് ബോഡി കാണുന്നത് മുബഷീറാണ് ആശുപത്രിയിൽ. തൊട്ടു പിന്നാലെ മുബഷീറിന് റിപ്പോർട്ട് വന്നതിന് തൊട്ടു പിന്നാലെ മുബഷീറിന് വ്യക്തിപരമായിട്ട് അയച്ചിരിക്കുന്ന ചില മെസ്സേജുകളിൽ ആ അമിതമായ ആവേശവും തിടുക്കവും കാണുന്നുണ്ടോ? തീർച്ചയായും അരുൺകുമാർ, അത്തരം ഒരു തിടുക്കം അനുഭവപ്പെട്ടിരുന്നു എന്നുള്ളത് വസ്തുതയാണ്. കാരണം അദ്ദേഹം വീണ്ടും വിളിച്ച് സംസാരിക്കുന്നുണ്ട്. അത് മറ്റു തരത്തിലുള്ള ദുരൂഹത സംഭവങ്ങളൊന്നും തന്നെ അതിലില്ല. അത് കേവലം ഒരു ലഹരി പദാർത്ഥവുമായി ബന്ധപ്പെട്ട കേസാണ്. മറ്റു ദുരൂഹതകളോ അല്ലെങ്കിൽ പോലീസുകാരുടെ ഇടപെടലോ ഒന്നും തന്നെ അതിലുണ്ടായിട്ടില്ല. അതുകൊണ്ട് തന്നെ ആ നിലയിൽ അത് ചർച്ച ചെയ്യേണ്ട കാര്യമുണ്ടോ എന്ന ചോദ്യമൊക്കെ അദ്ദേഹം ചോദിക്കുന്നുണ്ട്. നമുക്ക് വിശ്വസിക്കാൻ പാകത്തിലുള്ള വാദങ്ങൾ അദ്ദേഹം ഉന്നയിച്ചു എന്നുള്ളതാണ്. സ്വാഭാവികമായിട്ടും പല മാധ്യമ പ്രവർത്തകരോടും അദ്ദേഹം അതേ നിലയിലുള്ള അഭിപ്രായങ്ങൾ തന്നെയായിരുന്നു പറഞ്ഞത്. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ അതിനുശേഷം മാധ്യമങ്ങളെ ജനറലായി കണ്ട സമയത്ത് അദ്ദേഹത്തിന്റെ ബൈറ്റിൽ അദ്ദേഹം പറയുന്ന ചില കാര്യങ്ങളുണ്ട്. ഞാൻ ആ ടെക്സ്റ്റ് വീണ്ടും എടുത്തിട്ടുണ്ട്. അദ്ദേഹം പറയുന്നത് അന്ന് പുലർച്ചെ 5 പേരെ MDMA പിടികൂടിയത് താനൂർ ദേവദാർ പാലത്തിനടുത്തു നിന്നും. പുലർച്ചെ സ്റ്റേഷനിൽ വെച്ച് താമർ ജിഫ്രി കുഴഞ്ഞു വീഴുകയായിരുന്നു എന്നാണ് ഈ SP പറയുന്നത്. നമ്മൾ ആലോചിക്കണം, മലപ്പുറം ജില്ലാ പോലീസ് മേധാവിയുടെ കീഴിലുണ്ടായിരുന്ന ഡാൻസ് ഓഫ് സംഘമാണ് ഈ ഒരു താമർ ജിഫ്രി അടങ്ങുന്ന സംഘത്തെ പിടികൂടുന്നത്. കൃത്യമായും എന്ന് പറയുന്ന സംഘം SP-ക്ക് നേരിട്ട് റിപ്പോർട്ട് ചെയ്യേണ്ടതാണ്. അതായത് ഈ സംഘം ഏതെങ്കിലും തരത്തിൽ SP-യെ തെറ്റിദ്ധരിപ്പിച്ചുവെന്ന് നമുക്ക് കണക്കാക്കാൻ കഴിയുമോ ഈ ഘട്ടത്തിൽ? കാരണം ഈ വിവരങ്ങളെല്ലാം പൂർണ്ണമായും SP-യെ ധരിപ്പിക്കുന്നുണ്ടെങ്കിൽ ചേളാരിയിൽ നിന്ന് അറസ്റ്റ് രേഖപ്പെടുത്തിയത് മറച്ചുവെക്കുകയും പകരം അത് താനൂരിലെ ദേവദാർ ഫ്ലൈ ഓവറിന് കീഴിൽ എന്ന് കള്ളം പറയുകയും ചെയ്തിരിക്കുന്നത് SP ഈ പറയുന്ന ഉദ്യോഗസ്ഥരെ കോട്ട് ചെയ്തുകൊണ്ടാണോ എന്ന് നമ്മൾ വിശ്വസിക്കണോ? അതല്ല ഇവരുടെ ഗൂഢാലോചനയാണോ? തീർച്ചയായും അരുൺകുമാർ, അത്തരമൊരു ഗൂഢാലോചന അവിടെ നടന്നിട്ടുണ്ട് എന്നുള്ളത് തന്നെയാണ് ഞാൻ മനസ്സിലാക്കുന്നത്. കാരണം SP-യുടെ നിർദ്ദേശമില്ലാതെ പ്രവർത്തിക്കുന്ന ഒരു സംഘമല്ല പോലീസിലെ ഡാൻസ് ഓഫ് സംഘം. SP-യുടെ പെറ്റ് എന്ന് പോലും പോലീസിലെ മറ്റൊരു വിഭാഗം വിശേഷിപ്പിക്കുന്ന ഒരു കൂട്ടായ്മയാണ് പോലീസിലെ ഒരു ഡാൻസ് ഓഫ് സംഘം. കാരണം SP-ക്ക് അത്രത്തോളം അടുപ്പമുള്ള, SP പറഞ്ഞാൽ ആ നിലയിൽ കേൾക്കുന്ന ഒരു പോലീസ് സംഘമായിരുന്നു മലപ്പുറം ജില്ലയിൽ ആ ഒരു ഘട്ടത്തിൽ പ്രവർത്തിച്ചിരുന്ന ഡാൻസ് ഓഫ് എന്നുള്ളതായിരുന്നു പോലീസിലെ തന്നെ മറ്റൊരു വിഭാഗത്തിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിച്ചിരുന്നത്. കേവലം ഇപ്പോൾ പരപ്പനങ്ങാടി സ്റ്റേഷനിലെ ഒരു CPO ഉണ്ടാകും, താനൂർ സ്റ്റേഷനിലെ മറ്റൊരു പോലീസ് ഉദ്യോഗസ്ഥരുണ്ടാവും, കോൺസ്റ്റബിൾ ലെവലുള്ള. ഈ ഒരു പോലീസ് ഉദ്യോഗസ്ഥർക്കൊന്നും തന്നെ SHOക്ക് നേരിട്ട് റിപ്പോർട്ട് ചെയ്യേണ്ട സാഹചര്യം ഉണ്ടാവില്ല. കാരണം SP-യുമായി നേരിട്ടായിരുന്നു കമ്മ്യൂണിക്കേഷൻ. പല വിവരങ്ങളും SP-ക്ക് ലഭിക്കുന്ന രഹസ്യ വിവരങ്ങൾ SP ഇവർക്ക് കൈമാറുന്നു. പിന്നീട് ഇവർ പോയിട്ടാണ് ഈ നിലയിലുള്ള ഓപ്പറേഷനുകളൊക്കെ തന്നെ നടന്നത്. സ്വാഭാവികമായും ഈ ഒരു താനൂർ കസ്റ്റഡി കൊലപാതകത്തിൽ ആദ്യഘട്ടത്തിൽ 12 പേരെ ചേളാരിൽ നിന്നും കസ്റ്റഡിയിൽ എടുക്കുന്നതിന് മുൻപ് ഇവരവിടെ ഉണ്ടായിരുന്നു എന്ന കൃത്യമായ രഹസ്യ വിവരം മലപ്പുറം ജില്ലാ പോലീസ് മേധാവിയായിരുന്ന സുജിത് ദാസിന് അന്ന് ലഭിച്ചിരുന്നു എന്നുള്ളത് തന്നെയാണ് നമ്മളും മനസ്സിലാക്കുന്നത്. കാരണം ആ വിവരം
അതുകൊണ്ടാണ് ഈ സംഘത്തിന് കേസിലെ നൽകിയതിനു ഇനി ശേഷമാണ് മുന്നോട്ടുള്ള അവർ പോക്ക് ചേളാരിയിൽ ഈ എത്തുന്നത്. 4 ഉദ്യോഗസ്ഥരിലേക്ക് മാത്രമായി അത് ചുരുങ്ങരുത് എന്ന് നമ്മൾ പറയുന്നതിന്റെ കാരണവും മുബഷീർ വ്യക്തമാക്കിയിരിക്കുന്നത് പോലെ. താങ്ക് യു മുബഷീർ. Debate with Arun Kumar.